പ്രമുഖ കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ ആർ വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം. കവിയും നോവലും ചലച്ചിത്ര ഗാനങ്ങളും ഉൾപ്പെടെ സാഹിത്യത്തിൽ നൽകിയ അതുല്യമായ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. തമിഴ് ഗാനരചയിതാവും എഴുത്തുകാരനുമായ ആർ വൈരമുത്തു രാജ്യത്തെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ അവാർഡ് ലഭിക്കുന്ന മൂന്നാമത്തെ തമിഴ് സാഹിത്യകാരനാണ് അദ്ദേഹം. അന്തരിച്ച എഴുത്തുകാരനായ അഖിലൻ ജയകാന്തൻ എന്നിവർ നേരത്തെ പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടുന്നു. 1972 പ്രസിദ്ധീകരിച്ച വൈകരെ മേഘങ്ങൾ ഈ കവിതാ സമാഹാരത്തിലൂടെയാണ് വൈരമുത്തു തന്റെ സാഹിത്യയാത്ര ആരംഭിച്ചത്. കവിതകളും നോവലുകളുമായി 40-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വൈരമുത്തു ഏകദേശം 7500ഓളം ഗാനങ്ങളാണ് വെള്ളിത്തിരയ്ക്കായി രചിച്ചത്. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം 7 തവണ നേടിയ ഇന്ത്യയിലെ ഏക വ്യക്തി എന്ന ബഹുമതിയും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. അതേസമയം വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയതിനെതിരെ പ്രതികരിച്ച് ഗായിക ചിന്മയി ശ്രീപദ. കേന്ദ്ര സർക്കാരും രാഷ്ട്രീയക്കാരും സിനിമാ മേഖലയിലെ ഭൂരിപക്ഷവും ഒരു ലൈംഗിക അതിക്രമിക്കൊപ്പം നിൽക്കുകയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് ചിന്മയി തന്റെ എക്സിൽ കുറിച്ചു. വൈരമുത്തുവിന്റെ പേരെടുത്ത് പറയാതെയാണ് ചിന്മയുടെ പ്രതികരണം. 2018 വൈരമുത്തുവിനെതിരെ മീറ്റു ആരോപണം ചിന്മയി ഉന്നയിച്ചത്. 2005 സ്വിറ്റ്സർലൻഡിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഗാനരചയിതാവ് വൈരമുത്തു തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് ആരോപിച്ച് ചിന്മയി പരസ്യമായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇനി വൈരമുത്തുവിനെ നേരിൽ കണ്ടാൽ തല്ലുമെന്ന് ചിന്മയി പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.